നീ രമയെ വിളിക്കാറുണ്ട്? ഞാൻ എന്തിനു വിളിക്കണേ? അല്ല, കോൾ ഹിസ്റ്ററി പിന്നെ എന്തോന്നൊക്കെ ഡാറ്റയും കാര്യങ്ങളും ഡിലീറ്റ് ചെയ്യാൻ വേണ്ടി കിടന്ന് പരക്കം വേണമെന്നൊക്കെയാണ് ഞാൻ കണ്ടത്. നീ വിളിച്ചിട്ടേ ഇല്ല രമേ? ഞാൻ എന്തിനാളിയാ വിളിക്കണത്? അതാ പറയാടാ, നീ വിളിച്ചിട്ടില്ലടാ? കല്യാണത്തിന് മുമ്പേ വിളിച്ചിട്ടുണ്ട്. കല്യാണത്തിന് മുമ്പേ. അപ്പം അതിന് ശേഷം വിളിച്ചിട്ടില്ല? അതിനുശേഷം എന്തിനു വിളിക്കണേ? വിളിക്കേണ്ട സാഹചര്യം ഇല്ലല്ലോ. അപ്പം അതിന് ശേഷം വിളിച്ചിട്ടേ ഇല്ല? പിന്നെ വിളിച്ചിട്ടില്ല. പിന്നെ ശങ്കരണ്ണ വീട്ടിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി ഒരു ദിവസം വിളിച്ചായിരുന്നു. ആരെ വിളിച്ച്? ശങ്കരണ്ണ കിട്ടാത്തോണ്ട് രമയെ വിളിച്ച്. ശങ്കരനെ കിട്ടിയില്ല, അപ്പം നീ രമയെ വിളിച്ച്? അപ്പം രമയെ വിളിച്ചു. കല്യാണം കഴിഞ്ഞ ശേഷം? എൻ്റെ അല്ല, അവളുടെ കല്യാണം കഴിഞ്ഞതിന് ശേഷം. നീ ആദ്യം പറഞ്ഞ് വിളിച്ചിട്ടേ ഇല്ല, പിന്നെ പറഞ്ഞ് വിളിച്ചു, ഒരു തവണ വിളിച്ചു. അത് ആദ്യം പറഞ്ഞ് നീ വിളിച്ചിട്ടില്ലെന്ന് പറഞ്ഞു, പിന്നെ പറഞ്ഞ് കല്യാണം കഴിഞ്ഞ ശേഷം 1-2 പ്രാവശ്യം പറയും. ഇപ്പൊ പറഞ്ഞ് വിളിച്ചിട്ടേ ഇല്ല എന്ന് പിന്നെ വീണ്ടും പറയണ്. 1-2 പ്രാവശ്യം പറഞ്ഞു. നീ എത്ര പ്രാവശ്യം വിളിച്ചവളെ? അവളെ കല്യാണം കഴിയാൻ മുമ്പ് ഒരു തവണ വിളിച്ചു. ശേഷം വിളിച്ചതാണ് എനിക്ക്. ശേഷം വിളിച്ചത് ഒരിക്കൽ ശങ്കരണ്ണൻ വീട്ടിൽ ഉണ്ടോ, കിട്ടിയില്ല, വിളിച്ചപ്പോൾ കിട്ടിയില്ല. അപ്പം വീട്ടിൽ ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു തവണ കൂടെ വിളിച്ചു. ദുബായിൽ വെച്ച് വിളിച്ചിട്ടുണ്ടോ? ദുബായിൽ വെച്ച് വിളിക്കാൻ പറ്റില്ലല്ലോ, നമ്പർ മാറിയില്ലേ. നമ്പർ മാറിയെന്ന് പറയാൻ വേണ്ടിയിട്ട് വിളിച്ചായിരുന്നു. ഇവിടുന്ന് അവിടെ പോകുമ്പോ വേറെ നമ്പറാണല്ലോ എടുക്കണം. അതിനാരാ വിളിച്ച്? അതിനാരെ വിളിച്ച്? അതിന് ശങ്കരനെ അറിയിക്കാൻ വേണ്ടിട്ട് രമയെ വിളിച്ചു. അപ്പൊ ശങ്കരനെ വിളിക്കാൻ കിട്ടിയില്ല. ശങ്കരനെ വിളിക്കുമ്പോഴൊന്നും കിട്ടൂല, വിളിക്കുമ്പോ കിട്ടും. രമയെ വിളിച്ചിട്ട് അപ്പം ശങ്കരന്റെ മൊബൈൽ കേടാണെന്ന് പറഞ്ഞു. രമ പറഞ്ഞു. അപ്പം അതുകൊണ്ടാണ് കിട്ടാത്തത്, പറഞ്ഞോളാന്ന് പറഞ്ഞു. ആരടുത്ത് പറഞ്ഞോളാന്ന്? ശങ്കരൻ അണ്ണന്റെ അടുത്ത് പറഞ്ഞോളാന്ന് പറഞ്ഞു. അത് ശരി. നീ എന്നെ വിളിച്ചത് ദുബായി പോയിട്ട്? ഞാൻ ദുബായി പോയിട്ട് പിന്നെ വിളിച്ചില്ലേ. എപ്പോ? ഞാൻ ചേച്ചിയെ വിളിച്ചിരുന്നല്ല. നീ ആണുങ്ങളെ ഒന്നും വിളിക്കൂല, നീ പെണ്ണുങ്ങളെ ചേച്ചിയെ വിളിക്കൂ, രമയെ വിളിക്കും, എന്നെ വിളിക്കൂല, ശങ്കരനെ വിളിക്കൂല. അല്ല, ഞാൻ ചേച്ചിയെ വിളിച്ചിട്ട് അളിയന്റെ നമ്പർ തരാൻ വേണ്ടി പറഞ്ഞായിരുന്നു. എന്നിട്ട് തന്നില്ലായിരുന്ന? എന്നിട്ട് അളി ഒരു തവണയെങ്കിലും എന്നെ വിളിച്ചാ? അയ്യോ, ഞാൻ സോറിടാ, ഞാൻ വിളിക്കാൻ മറന്നു വേടാ. നീ അത് വിട്, നീ രമേരെ കേസ് പറ. ഞാടാ നീ നടത്തപ്പോണത് എന്നാലും അത് പറയാൻ ഇടിച്ച് പിരുത്തറ നിന്ന് കേട്ടാ. കല്യാണത്തിന് മുമ്പേ നീയൊക്കെ എന്നെ ആയിട്ട് വട്ടം ചുലിപ്പിച്ച് രണ്ടും കൂടെ എൻ്റെ മുമ്പേ നീ കാണിച്ചാൽ എനിക്ക് നന്നായിട്ട് അറിയാം. പിന്നെ അടുത്ത തീരുമാനം എന്താണ്? തീരുമാനം തപ്പി പിടിച്ച് മുമ്പ് വിളിച്ചേക്കെ ഡിലീറ്റ് കളയുക, അതല്ലേ? അത് ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞായിരുന്നു. ഈ കോൾ ഹിസ്റ്ററിയിൽ നമ്മൾ ആരെയൊക്കെ വിളിച്ചെന്ന്, ഏതൊക്കെ ഡേറ്റിന് വിളിച്ചെന്ന് അറിയാമല്ലോ. അപ്പം എനിക്ക് അളിയനെ കാണിച്ചു തരാം, ഇതിലാണ് ഈ ഡേറ്റിലൊക്കെയാണ് വിളിച്ചിട്ടുള്ളതെന്ന് അറിയാമല്ലോ. അത് വിളിച്ചു കഴിഞ്ഞിട്ട് അത് എടുക്കാം, കോൾ ഹിസ്റ്ററി എടുക്കാൻ പറ്റും ഇതിൽ നിന്ന്. പഴയ കോൾ ഹിസ്റ്ററി നമ്മൾ വിളിച്ചതിൻ്റെ അല്ല. ഞാൻ അളിയനെ എടുത്തിട്ട് കാണിച്ചു തരാം, ഫുൾ എടുക്കാം. ഇത് ഈ മൊബൈലായതുകൊണ്ട് എടുക്കാൻ പറ്റില്ല, അത് അയച്ചു തരാമെന്ന് പറഞ്ഞു. എടുത്തിട്ട് എൻ്റെ ഫ്രണ്ട് കോൾ സൈബറിലുള്ള. അപ്പം എനിക്ക് അളിയനെ കാണിക്കാം. എൻ്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ഇവനെ കാണിക്കാമല്ല. ആരെ കാണിക്കേ? മറ്റേ ജയന്തേ. മറ്റവനെന്ന് പറയുമ്പോൾ അവനെന്താ പുച്ഛം നിനക്കവനെ? അല്ല, അവന് എൻ്റെ അടുത്ത് എന്തോ വലിയ ദേഷ്യമുള്ളവരെ. അതിന് കാര്യമില്ലേ? എന്ത് അവൻ്റെ ഭാര്യ നീയൊക്കെ വിളിക്കുന്ന പറയുമ്പോൾ നിനക്ക് പ്രശ്നമല്ലേ? അതെന്തിനാണ് വിളിച്ചത്? നീ എന്തിനാണ് വിളിച്ചതാണ് ഞാൻ ചോദിച്ചത്. ശങ്കരനെ കിട്ടാൻ വേണ്ടിട്ടല്ലേ വിളിച്ചതളിയാ. എടാ കള്ളത്തരം പറയടാ, ശങ്കരനെ കിട്ടാൻ വേണ്ടിയാണ് നീ വിളിക്കുന്നത് എപ്പോഴും. ഇവിടെ അവളുള്ളപ്പോൾ ഇവിടെ പണ്ട് കല്യാണം കഴിയുമ്പോൾ വന്നാൽ നീ ഇവിടുന്ന് പോകില്ലല്ല, കറങ്ങി ഇവിടെ നിൽക്കുമായിരുന്നല്ലേ. അതൊക്കെ എന്നെ മനസ്സിലുണ്ടാ. നീ ഫോണ് കറങ്ങി കളിയടാ, നീ കറങ്ങാൻ കിടക്കണേ ഉള്ളൂ. എന്താ എങ്ങനെ ഈ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്ന് റെസ്റ്റ് എടുക്കാതെ പോടാ മനുഷ്യ, ഒന്നാമത് വേവെടുത്തിരിക്കുകയാണ്. എഴുതി പോടാ. നീ എവിടെയെങ്കിലും എങ്ങോട്ടെങ്കിലും പോകണുണ്ടാ? ഇല്ല മാമ, അതിനുള്ള പ്ലാൻ ഇല്ല, മൂഡും ഇല്ല. എന്ത് പറ്റി? പോകണ്ടല്ലേ? ഇല്ലടാ. അല്ല മക്കളെ, പാറും നിനക്ക് സിനിമ കാണണമെന്ന് പറഞ്ഞില്ലായിരുന്നാ? അല്ലേ? ഇന്ന് എല്ലാവരും കൂടെ സിനിമയ്ക്ക് പോയല്ല? കുറച്ച് കാര്യങ്ങൾ സംസാരിക്കണത്. ഇല്ലടാ അവന്റെ അടുത്താണ് ഇരിക്കാൻ പറഞ്ഞത്. നീ പോ, ഇതിനെ വിളിച്ചിട്ട് പോ. മാമൻ വരാ. എന്റെ സ്വഭാവത്തിന്റെ കൊച്ചുങ്ങൾ കൊല്ലം വന്നോണ്ടല്ലോ ഞാൻ ആഴ്ചയിലെ പെരട്ടം പൊളിച്ചുള്ള ഞാൻ. പറ, വള്ളി പുള്ളി തെറ്റാതെ പറ, കാര്യം പറ. ഇല്ലളിയാ, പിന്നെ വിളിച്ചിട്ടില്ലല്ലോ. എപ്പോ? അതിനുശേഷം വിളിച്ചിട്ടില്ല. ആരെ? രമേ. ഇത് ഗൗരി ഇത് അറിഞ്ഞാലുള്ള കുഴപ്പം നിനക്ക് എന്താണെന്ന് അറിയാമോ? പറയണ്ട. ആര് പറയണ്ട? അല്ല, അളിയൻ പറയണ്ട. ഞാൻ പറയില്ല, അവൾ അറിഞ്ഞാ
അറിഞ്ഞ പെണ്ണുങ്ങളല്ലേ, ആ അറ്റമൂല അറിഞ്ഞിട്ട് വെറുതെ പ്രശ്നം ഉണ്ടാക്കൂല. പക്ഷെ അത് സിമ്പിളായിട്ട് പറയണത് പെണ്ണുങ്ങളല്ലേ. ഗൗരിയായിട്ടുള്ള കല്യാണം കഴിഞ്ഞ ശേഷം പിന്നെ വിളിച്ചിട്ടേ ഇല്ലല്ലോ. വിളിച്ചിട്ടില്ല. ജയന്തൻ ജയിലിൽ നിന്നാണ് വന്നതേ. ഒന്നാമത് ഞാൻ പെട്ടെന്ന് തിരിച്ചയക്കണോ അവനെ? ഇത് പറഞ്ഞ സ്ഥിതി ആലോചിച്ചോക്കടാ, വെട്ടിപ്പിരിത്തളയും. അല്ല നിന്നെ എന്തിനാണ് വിളിക്കാൻ പോണത്? നീ എന്തിനാണ് അവളെ വിളിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക്? ചുമ്മാ അല്ലേ, വെറുതെ വിളിക്കുമല്ലേ? കാര്യമൊന്നുമില്ല, എനിക്കറിയാം, നന്നായിട്ട് അറിയാം നിന്നെ. ചുമ്മാ വിളിച്ച് ഇങ്ങനെ ശല്യപ്പെടുത്തുക അല്ലേ? ദുബായിലെ വിശേഷങ്ങളൊക്കെ പറയൂ. ഞാൻ ഇവിടെ ഇരിക്കും, എന്നെ വിളിച്ച് പറഞ്ഞൂടെ? എൻ്റെ ചേച്ചി ഇവിടെ ഇല്ലേ? എവിടെ വരെ പോകുമെന്ന് എനിക്ക് അറിഞ്ഞു കേട്ടാ, സൂക്ഷിച്ചാൽ കൊള്ളാം.